നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്നൊരു വെണ്ടയ്ക്ക തീയലാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല രുചിയും മണവും ഒക്കെയുള്ള ഈ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ. ആദ്യം നമുക്ക് കുറച്ച് പുളി എടുത്തൊന്ന് വെള്ളത്തിലിടാം. ഇത് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കാം. പിന്നെ വെണ്ടയ്ക്കായും ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10 വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി വലിപ്പം അനുസരിച്ച് 3ഓ 4ഓ ഒക്കെ ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. പിന്നെ നമുക്ക് ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. ഈ തേങ്ങ ഞാനൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരേപോലെ മൂത്ത് കിട്ടും. 4 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇത് നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യം നമ്മൾ എണ്ണമയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇതിലെ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1 നുള്ളി പെരിഞ്ചീരകം കൂടെ ചേർക്കാം. പെരിഞ്ചീരകം ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അളവൊട്ടും കൂടിപ്പോരുത് കേട്ടോ. ഇനി ഇതിലെ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ചെറു തീയിലിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അല്പം സമയമെടുത്ത് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഒട്ടും കരിഞ്ഞു പോരുത്. ഇപ്പം ഈ തേങ്ങയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഇട്ടിരുന്ന നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ശരിക്കും ഇത് വെള്ളം തൊടാതെയാണ് അരച്ചെടുക്കേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ ഈ പുളിവെള്ളമൊക്കെ ചേർത്തൊന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുകിടാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സാധാരണ കറി വെക്കുമ്പോൾ ലാസ്റ്റാണ് കടുക് വറക്കുന്നത്. നമ്മളിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കടുക് വറക്കുകയാണ്. എന്നിട്ട് ഈ മൂത്ത മുളകും കറിവേപ്പിലയൊക്കെ നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കാം. ലാസ്റ്റ് കറിയുടെ മീതെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഇത് ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കായും ഉള്ളിയും ഇതിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതിനകത്തേക്ക് 2-3 പച്ചമുളകും കൂടി ഇടാം. ഇനി ഇതെല്ലാം കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ 2 തവണയായിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പം വെണ്ടയ്ക്കായും ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. പുളിയുടെ അകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ആ വെള്ളം കൂടെ ചേർത്താണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. 1.25 ഗ്ലാസ് വെള്ളമേ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഇച്ചിരി കൂടി ചാറ് വേണമെന്നുള്ളവർക്ക് അല്പം വെള്ളം കൂടെ ഒക്കെ ഒഴിക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൽ വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് വെന്തതാണ് കേട്ടോ. ഇപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിന് മീതെ നമ്മൾ എടുത്തു വെച്ച കടുകറ സംഭവങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പെരിഞ്ചീരകം എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. സാധാരണ തീയലിൽ അതങ്ങനെ ആരും ചേർക്കാറില്ല. പക്ഷെ പെരിഞ്ചീരകത്തിൻ്റെതായ ഒരു മസാലക്കുത്തോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ. ഈ ഒരു സീക്രട്ട് ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ അപ്പായാണ്. അപ്പ ഇന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ തീയലുണ്ടാക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് തീയലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിയുമ്പോഴും നമ്മുടെ കയ്യിൽ ആ നല്ലൊരു സ്മെല്ലുണ്ടാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.